തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയെന്ന ആരോപണവുമായി കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണം ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയെന്ന് ഉണ്ണിത്താൻ ആരോപിച്ചു. പണം തട്ടിയെടുത്തവരെ വെറുതെ വിടില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. DCC ഓഫീസിൽ നടന്ന പരിപാടിയിലാണ് ഉണ്ണിത്താന്റെ വിമർശനം. പിന്നെ കുറെ വിദ്വാന്മാര് തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ കൊടുത്ത പൈസ ബൂത്തിന് കൊടുക്കാതെ അത് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ആ മണ്ഡലം ബസ്സുമാരെയൊക്കെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. DC ബസ്സിനും അറിയാം. മണ്ഡലം ബസ്സിന് ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് ബസ്സിന് ആവശ്യമുള്ള കൊടുത്തു, UDFന് ആവശ്യമുള്ള കൊടുത്തു. ബൂത്തിൽ കൊടുക്കാൻ കൊടുത്ത പൈസ ബൂത്തിനുള്ള പൈസ, അതൊന്നും എടുത്തു മാറ്റാനൊന്നും ആരെയും നമ്മൾ സമ്മതിക്കത്തില്ല. ആ സംഭവിച്ച ആളുകളെല്ലാം നമുക്കറിയാം. അപ്പൊ നമ്മള് കൊടുക്കേണ്ട പൈസ ബൂത്തിൽ കൊടുക്കേണ്ട, ബൂത്തിൽ മണ്ഡലത്തിൽ കൊടുക്കേണ്ട, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഷഫീഖ് നസ്രുള്ള ചേരുന്ന വിവരങ്ങളുമായി. ഷഫീഖ്, ആർക്കെതിരെയാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം വന്നിരിക്കുന്നത്? അദ്ദേഹം പേരൊന്നും പറയുന്നില്ല, പക്ഷെ സൂചനയുണ്ടോ ആരാണെന്ന്? ഏത് തരത്തിൽ ഈ പണം തട്ടി എന്നാണ് പറയുന്നത്? എന്ത് നടപടിക്കാണ് ഉണ്ണിത്താൻ ഒരുങ്ങുന്നത്? രാജ്മോഹൻ ഉണ്ണിത്താനും കാസർകോട്ടെ കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുന്നുണ്ട്. അവർ തമ്മിലുള്ള കലാപം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവനകളിലൂടെ അവർ തമ്മിൽ ഈ കലാപം ഉയർത്തിയിരുന്നു. പിന്നീട് KPCC നേതൃത്വം ഇടപെട്ടാണ് പരസ്യ പ്രസ്താവനകൾ ഇരുന്നത്. അതിനുശേഷവും രാജ്മോഹൻ ഉണ്ണിത്താൻ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം DCCയിൽ നടന്ന ഒരു പ്രത്യേക യോഗത്തിലാണ് MM ഹസന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം നടന്നത്. ആ യോഗത്തിൽ വെച്ചാണ് രൂക്ഷമായ വിമർശനം രാജ്മോഹൻ ഉണ്ണിത്താൻ നേതാക്കൾക്കെതിരെ ഉയർത്തിയത്. ഓരോ തലത്തിലും പ്രത്യേകം തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ നൽകിയിരുന്നു. UDFനും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾക്കും ആവശ്യമായ ഫണ്ട് അനുവദിച്ചിരുന്നു. പക്ഷേ ചില മണ്ഡലം കമ്മിറ്റികൾ അവരുടെ ബൂത്ത് കമ്മിറ്റികൾക്ക് ഏൽപ്പിച്ചിരുന്ന പണം തട്ടിയെടുത്തു എന്നൊരു ആരോപണമാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. ഇത്തരത്തിൽ ആരൊക്കെയാണ് ഇങ്ങനെ പണം തട്ടിയെടുത്തത് എന്നതിനെ സംബന്ധിച്ച് തനിക്കറിയാം, അത് വേണ്ട സമയത്ത് താൻ പറയും എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുണ്ട്. അതിനുശേഷം ഈ സംസാരം റെക്കോർഡ് ചെയ്യുന്ന ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിൻ്റെ അവസാനം അത് ഓഫ് ചെയ്യാനും ആ റെക്കോർഡ് ചെയ്ത ഭാഗം ഡിലീറ്റ് ചെയ്യാനും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അത്തരം ഡിലീറ്റ് ചെയ്യാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ ആഭ്യന്തരമായി നടന്ന യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ റെക്കോർഡ് ചെയ്ത ഭാഗം ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും ആ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട വീഡിയോ ആണ് ഇപ്പോൾ പുറത്ത് പ്രചരിക്കുന്നത്. അത് ആരാണ് റെക്കോർഡ് ചെയ്തത് എന്നത് സംബന്ധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ അറിയാം എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഈ പ്രസംഗത്തിൻ്റെ അവസാനം അദ്ദേഹത്തോട് ഇത് ഡിലീറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഭാഗമാണ്, ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്ത് പ്രചരിക്കുന്നത്. കാസർഗോഡ് പറഞ്ഞതുപോലെ അവിടെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ, നേതാക്കൾക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെ പുറത്തു വരികയാണ്. നേതാക്കൾ തന്നെ അത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസുമായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെയുള്ള പ്രശ്നങ്ങളുടെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.